താജ്മഹലിൽ മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ 369-ാം ഉറൂസിന് തുടക്കമായി. ഫെബ്രുവരി 6 മുതൽ 8 വരെയാണ് ഉറൂസ് നടക്കുക. ഷാജഹാന്റെ ചരമദിനത്തിൽ നടത്തപ്പെടുന്ന ഉറൂസ് വർഷം തോറും 3 ദിവസങ്ങളിലായാണ് താജ്മഹലിൽ നടക്കാറുള്ളത്. ഈ ചടങ്ങ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭ കോടതിയെ സമീപിച്ചതോടെയാണ് ഈ വർഷത്തെ ഉറൂസ് വാർത്തകളിൽ നിറഞ്ഞത്. ഉറൂസ് നടത്താൻ അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് സൗരഭ് ശർമ്മയാണ് ആഗ്ര കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ മാർച്ച് 4-നാണ് ഹർജി കോടതി പരിഗണിക്കുക. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്മാരകങ്ങളിൽ മതചടങ്ങുകൾ അനുവദിക്കരുതെന്നും താജ്മഹലിനകത്ത് നടക്കുന്ന ഉറൂസ് നിയമവിരുദ്ധമാണെന്നുമാണ് ഹർജിക്കാരനായ സൗരഭ് ശർമ്മയുടെ വാദം. ഉറൂസ് സംഘാടക സമിതിക്ക് മുൻകൂർ അനുമതി നൽകിയിട്ടില്ലെന്ന് ASI സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും സ്മാരകത്തിനുള്ളിൽ ഏതെങ്കിലും മതപരമായ ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നതിൽ നിന്ന് കമ്മിറ്റിയെ തടയണമെന്നും ശർമ്മ ആവശ്യപ്പെടുന്നുണ്ട്. വാരണാസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രം, ഗ്യാൻവാപി മസ്ജിദ് കോംപ്ലക്സ്, ഉത്തർപ്രദേശിലെ മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി ക്ഷേത്രത്തോട് ചേർന്നുള്ള ഷാഹി ഈദ്ഗാ പരിസരം എന്നിവിടങ്ങളിൽ നടത്തിയ സർവേയുടെ മാതൃകയിൽ താജ്മഹൽ പരിസരവും അളന്നു തിട്ടപ്പെടുത്താൻ കോടതിയിൽ ഹർജി നൽകാനും ഹിന്ദു മഹാസഭ ആലോചിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ ആഗ്രയിലെ ASI ഓഫീസിൽ ഉടൻ പ്രതിഷേധം നടത്തുമെന്നും ശർമ്മ പറഞ്ഞിരുന്നു. അതേസമയം ASI അനുമതി നൽകേണ്ടതില്ലെന്നും നിയമങ്ങളൊന്നും ലംഘിക്കാത്തിടത്തോളം എല്ലാ വർഷവും ചടങ്ങ് അനുവദിക്കപ്പെടുമെന്നും ഉറൂസ് സംഘാടക സമിതി ചെയർമാൻ സെയ്ദ് ഇബ്രാഹിം സെയ്ദി ദി പ്രിന്റിനോട് പറഞ്ഞു. കുറച്ചു ദിവസം മുൻപ് ഉറൂസിന്റെ ഒരുക്കം വിലയിരുത്താൻ ASI ഓഫീസിൽ യോഗം നടന്നിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 1958-ലെ പുരാതന സ്മാരകങ്ങളും പുരാവസ്തു സ്ഥലങ്ങളും ഉൾപ്പെടുന്ന നിയമപ്രകാരം ഉറൂസിന് അനുമതി ആവശ്യമില്ലെന്ന് ASI സൂപ്രണ്ട് രാജ്കുമാർ പട്ടേലും പറഞ്ഞു. താജ്മഹൽ ജീവനക്കാരെയും അവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിനെയും മാത്രമേ ഞങ്ങൾ ഉറൂസ് നടത്തുന്നത് അറിയിക്കൂ. രണ്ടാമത്തെ കാര്യം, സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ ഉറൂസ്, ഈദ്, വെള്ളിയാഴ്ച നമസ്കാരം തുടങ്ങിയ പരമ്പരാഗത പ്രവർത്തനങ്ങൾ താജ്മഹലിൽ എല്ലായ്പ്പോഴും തുടരണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. താജ്മഹലിനുള്ളിൽ ഉറൂസ് നടത്തുന്ന പാരമ്പര്യം ഷാജഹാൻ തന്റെ ഭാര്യ മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി ശവകുടീരം പണിയാൻ ഉത്തരവിട്ട നിർമ്മാണ കാലത്തോളം പഴക്കമുള്ളതാണെന്നും സെയ്ദി ചൂണ്ടിക്കാട്ടി. 392 വർഷം മുൻപ് 1632 ജൂൺ 22-നാണ് മുംതാസ് മഹലിന്റെ ആദ്യ ഉറൂസ് ആഘോഷിച്ചത്. 1633 മെയ് 26-ന് താജ്മഹലിനുള്ളിൽ ശവകുടീരത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് കൂടാരങ്ങൾ സ്ഥാപിച്ച് രണ്ടാമത്തെ ഉറൂസ് ആഘോഷിച്ചു. ഷാജഹാൻ 12 വർഷം തുടർച്ചയായി മുംതാസ് മഹലിന്റെ ഓരോ ഉറൂസിനും പാവപ്പെട്ടവർക്ക് 1 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തു. ചരിത്ര രേഖകൾ ഉദ്ധരിച്ച് സെയ്ദി പറഞ്ഞത് ഇങ്ങനെയാണ്. ഹിന്ദു മഹാസഭയുടെ വാദങ്ങളെ തള്ളിക്കൊണ്ട് ആഗ്ര ടൂറിസ്റ്റ് വെൽഫെയർ ചേംബർ പ്രസിഡന്റ് പ്രഹ്ലാദ് അഗർവാളും രംഗത്ത് വന്നു. ഷാജഹാന്റെ ഉറൂസ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരമ്പര്യമാണ്. ASI ഇതിന് അനുമതി നൽകിയതുമാണ്. ഉറൂസ് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ലെന്ന ഹിന്ദു മഹാസഭയുടെ അവകാശവാദം അടിസ്ഥാനരഹിതവും നഗരത്തിലെ ടൂറിസം വ്യവസായത്തെ ദോഷകരമായി ബാധിക്കുന്ന അനാവശ്യ വിവാദം സൃഷ്ടിക്കാൻ മാത്രമുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓസ്ട്രിയൻ ചരിത്രകാരനായ എബ്ബ കൊച്ച് തന്റെ ദി കംപ്ലീറ്റ് താജ്മഹൽ എന്ന പുസ്തകത്തിൽ ഇറാനിയൻ ചരിത്രകാരനായ ജലാലുദ്ദീനെ ഉദ്ധരിച്ച് ഉറൂസിന്റെ വിശദാംശങ്ങൾ നൽകിയതായി സെയ്ദി പറയുന്നുണ്ട്. ബുർഹാൻപൂരിൽ വെച്ച് പ്രസവ സമയത്ത് മരിച്ച മുംതാസിന്റെ മൃതദേഹം ആദ്യ ഉറൂസ് നടന്ന 1632-ൽ ആഗ്രയിലേക്ക് കൊണ്ടുവന്നതാണെന്നും ആദ്യ ഉറൂസിൽ ഷാജഹാൻ, മുംതാസിന്റെ പിതാവ് ആസഫ് ഖാൻ, മുഗൾ കോടതിയിലെ ഇറാൻ അംബാസിഡർ മുഹമ്മദ് അലി ബേഗ് എന്നിവരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരും പങ്കെടുത്തിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഷാജഹാൻ മുംതാസിന് വേണ്ടി ഫാത്തിഹ പാരായണം ചെയ്യുകയും ചെയ്തു. പാവപ്പെട്ടവർക്കായി 50,000 രൂപയും അദ്ദേഹം വിതരണം ചെയ്തു. ഉറൂസിൽ പങ്കെടുത്ത രാജകുടുംബത്തിലെ സ്ത്രീകളും പാവപ്പെട്ട സ്ത്രീകൾക്ക് 50,000 രൂപ വിതരണം ചെയ്തുവെന്ന് പുസ്തകം ഉദ്ധരിച്ച് സെയ്ദി പറയുന്നുണ്ട്. 1633 മെയ് 26-നാണ് മുംതാസിന്റെ രണ്ടാം ഉറൂസ് ആഘോഷിച്ചത്. അപ്പോഴേക്കും യമുന നദിയുടെ തീരത്തുള്ള ശവകുടീരത്തിന്റെ താഴത്തെ നില തയ്യാറായി കഴിഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം പേർ ഇതിൽ പങ്കെടുത്തു. വൈകുന്നേരം ഷാജഹാനും രാജകുടുംബാംഗങ്ങളും ആഗ്ര കോട്ടയിൽ നിന്ന് ബോട്ടിൽ യമുനയുടെ തീരത്തെത്തി. താൽക്കാലിക പടവുകൾ കയറി ഫാത്തിഹ ഓതിയ ശേഷം പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങളും 1 ലക്ഷം രൂപയും നൽകി. തുടർന്ന് രാജകുടുംബത്തിലെ സ്വർണ്ണപ്പണിക്കാരൻ 6 ലക്ഷം രൂപയ്ക്ക് ഒരു സ്വർണ്ണ നിർമ്മിതി ഉണ്ടാക്കി. അത് കല്ലറയ്ക്ക് ചുറ്റും സ്ഥാപിച്ചു. 1643-ൽ സ്വർണ്ണ നിർമ്മിതിക്ക് പകരം നിലവിലുള്ള മാർബിൾ നിർമ്മിതി സ്ഥാപിച്ചു എന്നാണ് എബ്ബ കൊച്ചിന്റെ പുസ്തകത്തിൽ പറയുന്നത്. 1645 ജനുവരി 15 വരെ ഷാജഹാൻ താജ്മഹലിൽ നടന്ന മുംതാസിന്റെ ഉറൂസിൽ പങ്കെടുത്തു. 1654-ലാണ് അദ്ദേഹം അവസാനമായി താജ്മഹൽ സന്ദർശിച്ചത്. 1658-ൽ ജയിലിൽ കിടന്നതിനു ശേഷം അദ്ദേഹം ഉറൂസുകളിലേക്കോ താജ്മഹലിലേക്കോ പോയതായി ഒരു രേഖയുമില്ലെന്നും സെയ്ദി പറഞ്ഞു. 1666-ൽ ചക്രവർത്തിയുടെ മരണശേഷം ഈ ദിനം അടയാളപ്പെടുത്താൻ ഉറൂസ് നടത്താൻ തുടങ്ങി. അതിന്നും തുടരുന്നുണ്ട്.
താജ്മഹലിന്റെ നിലവറയിലെ ഷാജഹാന്റെയും മുംതാസിന്റെയും യഥാർത്ഥ ശവകുടീരങ്ങൾ 3 ദിവസത്തെ ഉറൂസിൽ മാത്രമേ കാണാൻ കഴിയൂ. പ്രധാന ഖബറിടം ഇന്ന് തുറക്കുമെന്ന് ചടങ്ങിലെ വഴിപാടുകളുടെ ചുമതലയുള്ള ഗുദാം ഇറോസ കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞു. പ്രാർത്ഥനകളും മുഷായിറയും ഇതിനോടൊപ്പം നടക്കും. ബുധനാഴ്ച സാൻഡൽ പൗഡർ ചടങ്ങും ഗവ്വാലിയും നടക്കും. സാമുദായിക സൗഹാർദ്ദത്തിന്റെ പ്രതീകമായ 1560 മീറ്റർ വർണ്ണാഭമായ ചാദർ അർപ്പിക്കുന്ന ചാദർ പോഷി ചടങ്ങ് വ്യാഴാഴ്ച അരങ്ങേറും.